ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സഖി വേ മുജ്സെ കഹ്കർ ജാത്തി എന്ന് പറയുന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. അപ്പോൾ ഈ ഒരു സമ്മറി ഞാൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ജസ്റ്റ് ഒരു സമ്മറിയിൽ ഫുൾ ഒരു പോയത്തിൻ്റെ ഹോൾ ഐഡിയ ഉണ്ടല്ലോ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് വേറെ എന്ത് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാലും, ഈ ഒരു പോയത്തിൽ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് പെട്ടെന്നുള്ളൊരു റിക്വസ്റ്റിൻ്റെ പുറത്ത് പെട്ടെന്ന് എഴുതിയിട്ടുള്ള ഒരു സമ്മറിയാണ്. അതുകൊണ്ട് ഹാൻഡ് റൈറ്റിംഗ് നീറ്റ്നെസ് ഒക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം എഴുതിയതിൽ. അപ്പോൾ सखी वे मुझसे कहकर जाते. श्री मैथिली शरण गुप्त इस कविता में गौतम बुद्ध की पत्नी यशोधरा की पीड़ा एवं शिकायतों का പരിചയ देते हैं. അപ്പോൾ ഫസ്റ്റ് ഇതിപ്പോൾ സമ്മറി ആയിട്ടല്ലല്ലോ നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ എന്തിൻ്റെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചോദിക്കുമ്പോൾ ആദ്യത്തെ 2 ലൈനിൽ പോയിറ്റിനെ കുറിച്ച് എഴുതിയിരിക്കണം. ഇതിലിപ്പോൾ അത് കൊടുത്തിട്ടില്ല, ഇതിൽ ജസ്റ്റ് സമ്മറിയുടെ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ശ്രീ മൈഥിലി ശരൺ ഗുപ്ത ആണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. ഈ കവിതയിൽ ഗൗതമ ബുദ്ധൻ്റെ ഭാര്യയായിട്ടുള്ള പത്നിയായിട്ടുള്ള യശോധരയുടെ വിഷമങ്ങളും അതുപോലെ തന്നെ ഷിക്കായത്ത് എന്ന് വെച്ചാൽ എന്താണ്, കംപ്ലയിൻസ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. യശോധര की शिकायत इस बात की नहीं है कि उसके पति ने गृह त्यागने का निर्णय लिया, परंतु इस बात का है कि यह सब उसे बताए बिना किया. അതായത് യശോധരയുടെ ഷിക്കായത്ത്, കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധൻ വീട് വിട്ടു പോവുക, ഗൃഹം ത്യജിക്കുക എന്നതിനെ കുറിച്ചിട്ടായിരുന്നില്ല, പക്ഷെ ഇതൊക്കെ യശോധരയോട് പറയാതെ ചെയ്തു എന്നതുകൊണ്ടാണ്. इस कविता की पंक्तियां इस प्रकार लिखी गई है जैसे यशोधरा अपनी मन की पीड़ा अपनी सखी से शिकायत के रूप में कह रही है. ഈ ഒരു കവിതയുടെ വരികൾ എഴുതിയിരിക്കുന്ന രീതി എന്ന് പറയുന്നത് യശോധര തൻ്റെ മനസ്സിലെ എല്ലാ വിഷമങ്ങളും തൻ്റെ സഖിയോട് പറയുന്നത് പോലെയാണ്. यशोधरा अपने सखी से कहती है कि उसका स्वामी सिद्धि के प्राप्ति के लिए गया है. इस बात का उसे दुख नहीं है, पर किसी को बताए बिना चोरी चोरी गए हैं, इस बात का दुख है. അപ്പോൾ യശോധര തൻ്റെ സഖിയോട് പറയുന്നത് യശോധരയുടെ സ്വാമി, യശോധരയുടെ ഹസ്ബൻഡ് എന്താണ്, സിദ്ധി നേടാൻ വേണ്ടിയിട്ട് പോയി എന്നുള്ളതല്ല, പക്ഷെ ആരോടും പറയാതെ ആരും അറിയാതെ പോയി എന്നുള്ളതാണ്. ഉൻകോ സബ് ബാത്തേ യശോധര കോ ബതാക്കർ ജാനാ ചാഹിയേ ഥാ. അദ്ദേഹം യശോധരയോട് എല്ലാം പറഞ്ഞിട്ട് പോകണമായിരുന്നു. വഹ कहती है अगर वे मुझे बता भी देते तो भी मैं कभी उनके रास्ते पर बाधा बनकर खड़ी नहीं रहती. അപ്പോൾ യശോധര പറയുന്നത്, ഇനിയിപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പുറത്ത് പോവുകയാണ്, ഈ സിദ്ധി നേടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം പറയുകയാണെങ്കിലും ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ വഴിയിൽ ഒരു തടസ്സമായിട്ട് നിൽക്കില്ലായിരുന്നു. ബുദ്ധനെ ഹമേശ യശോധര की बातें मानी है, उसे सदैव मान सम्मान से रखा है, परंतु उसे पूरी तरीके से पहचानने में वे चूक गए. അപ്പോൾ ബുദ്ധൻ എപ്പോഴും യശോധരയെ മാനിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ യശോധരയ്ക്ക് വേണ്ട മാൻ സമ്മാൻ എല്ലാ ആദരവോടും കൂടെ തന്നെയാണ് എപ്പോഴും യശോധരയെ നോക്കി കണ്ടിട്ടുള്ളത്. പക്ഷേ യശോധരയുടെ മനസ്സിനെ മുഴുവനായിട്ടും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. യശോധര भी अपने पति की सारी चिंताएं जान जाती थी, फिर भी अब उसे इस बात का दुख है कि वे उसे बिना बताए चले गए. അപ്പോൾ യശോധരയാണെങ്കിലും യശോധരയ്ക്കും ബുദ്ധൻ്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ വിഷമം എന്താണെന്ന് വെച്ചാൽ തന്നോട് പറയാതെ ആരും അറിയാതെ ബുദ്ധൻ പോയി എന്നുള്ളതാണ്. जब भी वे युद्ध के लिए जाते थे उन्हें यशोधरा ही सुसज्जित करके भेजती थी. वह यह जानती थी कि उसका पति प्राणों के पण में जा रहा है, फिर भी क्षात्र धर्म के नाते वह सब करती थी. അപ്പോൾ യശോധര പറയുന്നത്, പണ്ട് ബുദ്ധൻ യുദ്ധങ്ങൾക്ക് പോകുന്ന സമയത്ത് ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത്, പ്രാണോ കെ പൺമേ, ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും ഞാൻ തന്നെയാണ് ക്ഷത്രിയ ധർമ്മത്തെ ആലോചിച്ചിട്ട് അദ്ദേഹത്തെ സുസജ്ജിത് കർക്കെ ഭേജന എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിയാക്കിയിട്ട് വിടാറുള്ളത്. इसलिए उसे दुख होता है कि पति उसे इस बार ബിനാ ബതായെ ചലേ ഗയേ ഹെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം യശോധരയ്ക്ക് വിഷമാവുന്നത്, കാരണം പതി തന്നോട് പറയാതെയാണ് പോയിരിക്കുന്നത്. यशोधरा कहती है मैं कितनी अभागिन हूँ, जिसने मुझे अपनाया था उसी ने मुझे त्याग दिया. അപ്പോൾ യശോധര പറയാണ്, ഞാൻ എന്തൊരു അൺഫോർച്ചുനേറ്റ് ആണ്. അഭാഗ്യം എന്ന് വെച്ചാൽ ഭാഗ്യമില്ലാത്തവൾ എന്നാണ്. അപ്പോൾ ഭാഗ്യമില്ലാത്തവളാണ്, ആരാണോ എന്നെ സ്വന്തമാക്കിയത്
അദ്ദേഹം തന്നെ എന്നെ ത്യജിച്ചിട്ട് പോയിരിക്കുന്നു. കിസ്കെ മൻ മേ അബ് വിഫൽ ഗർവ് ഹെ ജാഗ, ബീത്തി ബാത്തെ യാദ് കർക്കെ വ കഹത്തി ഹെ സഖി വേ മുജ്സെ കഹകർ ജാത്തെ. അപ്പൊ ആരുടെ മനസ്സിലാണ് ഇപ്പോൾ വിഫലമായ ഈ ഒരു ഗർവ്, ഈ ഒരു അഭിമാനം ഉണർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സഖിയോട് പറയാണ് അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞിട്ട് പോകാമായിരുന്നു. यशोधरा के नयन उन्हें निष्ठुर कहते हैं, मगर उनके स्मरण में उसकी आंखों से जो आंसू बहते हैं वह उसका हृदय सहन नहीं कर पाता. ഇവിടെ കർ പാത്താന്നാ കേട്ടോ, കർ പാത്തേ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ യശോധരയുടെ കണ്ണുകൾ പറയുന്നത് ബുദ്ധൻ നിഷ്ഠുരാണ്, നിഷ്ഠുർ എന്ന് പറഞ്ഞാൽ ദുഷ്ടനാണ് അല്ലെങ്കിൽ ക്രൂവലാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ആ കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന ആസു, കണ്ണുനീര് അവളുടെ ഹൃദയത്തിന്, യശോധരയുടെ ഹൃദയത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഉസ്കാ മൻ ഉൻഹെ ഫിർസെ ദേഖ്നെ കോ തരസ്താ രഹത്താ ഹെ, അദ്ദേഹത്തിനെ വീണ്ടും ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് അവളുടെ മനസ്സ് കൊതിക്കുകയാണ്. തരസ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതിക്കുക എന്നാണ്. दुखी होने के बावजूद उसकी एक ही प्रार्थना है कि जिस സിദ്ധി की പ്രാപ്തി ഹേതു വേ ഗയേ ഹെ വ ഉൻഹെ മിൽ ജായേ. അങ്ങനെ സ്വയം വിഷമിച്ചിരിക്കുമ്പോഴും യശോധരയുടെ മനസ്സിലുള്ള ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹം എന്ത് സിദ്ധി പ്രാപ്തമാക്കാനാണോ ഇവിടെ നിന്ന് പോയത് അത് അദ്ദേഹത്തിന് കിട്ടണം എന്നാണ്. जन दुख का असर उन पर ना पड़े, मगर उसके मन में चिंता यह भी है कि जब वे लौट आएंगे तो वह उनसे किस मुंह से मिलेगी. അപ്പോൾ യശോധര പ്രാർത്ഥിക്കുന്നത് ബുദ്ധൻ എന്ത് സിദ്ധി നേടാനാണോ പോയത് ആ സിദ്ധി അദ്ദേഹത്തിന് ലഭിക്കണം. ജനങ്ങളുടെ ഇപ്പോഴുള്ള വിഷമം അദ്ദേഹത്തിന്റെ ആ ഒരു യാത്രയെ ബാധിക്കരുത് എന്നാണ്. പക്ഷെ യശോധരയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ചിന്ത എന്താണ്? ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മലയാളത്തിൽ ചിന്ത എന്നുള്ള അർത്ഥമല്ല, ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ യശോധര അദ്ദേഹത്തെ എങ്ങനെയാണ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. वह अपने साथ कुछ अपूर्व अनुपम चीज लाएंगे, पर जो जन अब दुखी है या यशोधरा का मन जो अब दुखी है, क्या वह उनसे तब खुशी खुशी मिल पाएंगे. അപ്പോൾ യശോധരയ്ക്ക് അറിയാം അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അത് അപൂർവമായ അനുപമമായ എന്തോ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ ആ കാര്യം നേടിയിട്ട് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ഈ വിഷമിച്ചിരിക്കുന്ന ജനങ്ങൾക്കും അതുപോലെ തന്നെ യശോധരയുടെ വിഷമിച്ചിരിക്കുന്ന ഈ ഒരു മനസ്സിനും പണ്ടത്തെ പോലെ തന്നെ വളരെയധികം സന്തോഷത്തിൽ, അതായത് പണ്ടൊക്കെ ഇപ്പം ബുദ്ധനൊക്കെ യുദ്ധം ജയിച്ചിട്ട് വരുന്ന സമയത്ത് ഇവരൊക്കെ സന്തോഷത്തിൽ ബുദ്ധനെ കാണാൻ വേണ്ടി പോവാറുണ്ട്. അതുപോലെ ഈ സിദ്ധി നേടിയിട്ട് തിരിച്ചു വരുമ്പോൾ പണ്ടത്തെ പോലത്തെ ആ ഒരു സന്തോഷത്തിൽ തന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും യശോധരയുടെ മനസ്സിൽ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് യശോധര വീണ്ടും പറയാണ് അദ്ദേഹത്തിന് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. അപ്പൊ ഇവിടെ സഖി വേ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഡോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ വേ മുജ്സെ കഹകർ ജാത്തെ എന്ന് ആഡ് ചെയ്ത് ചേർക്കണം കേട്ടോ, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.